നമ്മളൊരു പുതിയ ചലഞ്ച് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ് സുഹൃത്തുക്കളെ. പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഒരു ചലഞ്ച് വീഡിയോ. ഇപ്പം കണ്ട ഒരു വീഡിയോ നമ്മൾ അതെടുത്തിട്ട് നമ്മൾ ചലഞ്ച് ചെയ്യുകയാണ്. ഒരു ആർക്ക് ചെയ്യാൻ പറ്റാത്തത് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ചെയ്തിട്ടേ ഇല്ല. പക്ഷേ ഇപ്പം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അത് ചലഞ്ചിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുവാണ്. കിച്ചു ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്, പക്ഷേ കിച്ചു ചെയ്യുന്നല്ലോ എന്ന് എനിക്കറിയില്ല. എത്രത്തോളം ഇത് സക്സസ് ആവുമെന്ന് നമുക്കറിയില്ല. ഓ മൈ ഗോഡ്. അപ്പൊ എന്റെ ഏറ്റവും വലിയ സാക്ഷാത്കാരം ഇത് ചെയ്താൽ ഞാൻ രക്ഷപ്പെട്ടു. അപ്പൊ ഇനി നമുക്ക് വീഡിയോയിൽ വെച്ച് കാണാം. ഓക്കെ, ബൈ. ഹലോ, ഹായ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചലഞ്ചാണ് കേട്ടോ. ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ചലഞ്ചാണ്. നമ്മുടെ കാല് എടുത്ത് തലയുടെ മുകളിൽ വെക്കണം. തലയുടെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ നിൽക്കണം. അപ്പം അത് ഞാൻ മാത്രമാണ് ചെയ്യണത്. പിച്ച് ചെയ്യണ ഇല്ല, പിച്ച് ചെയ്യണില്ല. അപ്പം ഞാൻ മാത്രമാണ് സഹോദരങ്ങളെ ആ വീഡിയോ ആ ചലഞ്ച് ചെയ്യാൻ പോണത്. എന്താവും തീരും എന്ന് എനിക്കറിയില്ല. എൻ്റെ കാലും കൈയും ഇങ്ങനെ കോച്ച് ഇങ്ങനെ ഇരിക്കുവോ, ഞാൻ എണീക്കുവോ നാളെ നടക്കുവോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് ഞാൻ എണീക്കുമോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയ്ക്ക് എൻ്റെ ഇതിങ്ങനെ ചുക്കിച്ചുളിഞ്ഞ് ഇങ്ങനെയാണ് ഞാൻ ഇരിക്കുന്നത്. എന്നാലും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ആദ്യം എടുത്തിരിക്കുന്നത് ഈ ഒരു മാറ്റാണ്. ഇവിടെ കൂടെ ഒരു ബംഗാളി കൊണ്ടുപോയപ്പോഴത്തേക്ക് വാങ്ങിച്ച 100 രൂപയുടെ മാറ്റാണ്. അപ്പോൾ ഇത് കക്കൂസിൻ്റെ ഫ്രണ്ടിൽ ചവിട്ടി വരാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അവിടെ കിടന്നത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെളിയിൽ കൊണ്ടിട്ടപ്പോഴത്തേക്ക് താഴെ വീണ് അതിൻ്റെ ജോലി നമ്മൾ അതുകൊണ്ടാണ്. ഇതിപ്പം നമ്മൾ ശവാസനം അല്ലല്ലോ, നമ്മൾ ഈ കാല് മുകളിൽ കയറ്റി വെക്കണേൽ എന്തിന് പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മളിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ തറയിലിടയാണ് സുഹൃത്തുക്കളെ. ഇത് നമ്മളെ ഷോപ്പാണ് കേട്ടാ, ഞാൻ നിൽക്കുന്ന കടയാണ്. അപ്പം സുഹൃത്തുക്കളെ ഞാനിത് ഇട്ടിരിക്കുന്നു. ഇനി നീയും കൂടെ ഇരി, നീയും കൂടെ അവിടെ ഇരുന്ന് വീഡിയോ എടുക്കുവച്ചേ. അവിടെ ഇരുന്ന് വീഡിയോ. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ, ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു കാല് ഞാനിങ്ങനെ നീട്ടിയിട്ടിട്ടുണ്ട്, ഒരു കാല് ഞാനിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടു. അപ്പോഴേ ഇനി നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഈ കാലിനെ എടുത്ത് ഈ തലയുടെ കാറ്റിൽ കൊടുക്കണം. എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ശവാസനാവുമോ അതെവിടെ ഞാൻ ഇരിക്കുമോ വെച്ച് നോക്കാൻ വെച്ച് നോക്കാനാണ് പറയണത്. ഇന്ന് ഞാൻ ശവാസനമായ ഇതിൻ്റെ മൊത്തം ചെലവും എന്റെ കുഴിയിൽ എല്ലാ ചെലവും കിച്ചു നിർവഹിക്കുന്നതായിരിക്കും. കിച്ചുവിന്റെ ഫുൾ സപ്പോർട്ടോടെയാണ്. എടുത്ത് വൈ അങ്ങോട്ട് വൈ. ഓക്കെ, ഈ കൊച്ചു നിർബന്ധിച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. ഈ കൊച്ചാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു ഇതുണ്ട് ചെയ്ത് നോക്കാം. കാലിങ്ങനെ എടുത്തു, എൻ്റെ തലയിലെ പുറകിലോട്ട് ഞാനിതാ ഇങ്ങനെ പറ്റുന്നില്ല. അതാ ഒരു അമ്മൂമ്മ നോക്കിക്കൊണ്ട് പോവേണേ ഇതിന്റെ സൂക്കിയിടം. അയ്യോ, തോക്കാൻ തയ്യാറല്ല ഞാൻ. വൈ പറകില് വൈ വൈ എണീര്. ഒന്നിൽ പഠിച്ചാൽ 3-1. അപ്പൊ ഞാൻ ഇനി അടുത്ത് 3ാമത്തെ സ്റ്റെപ്പിലോട്ട് കടക്കുകയാണ്. വൈ
പൊടി ബാക്കിലോട്ട് വൈ ആ വൈ എണീറ്റ് നോക്ക് അങ്ങനെ ഇരുന്ന് ഞാൻ ഇത്രയും വരെ കൊണ്ടൊപ്പിച്ചു ഇനി എനിക്ക് ഇതിനെ എടുത്തിങ്ങനെ കഴുത്തിന്റെ പുറകിലോട്ട് ഇങ്ങനെ വിട്ട് എണീക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റില്ല. ഞാൻ അത്രയ്ക്ക് യോഗാസനം ഒന്നും ചെയ്തിട്ടില്ല. യോഗാസനോ ആസനോ കിച്ചു ചെയ്യും. എനിക്ക് വയ്യ. അപ്പൊ എനിക്ക് പറ്റൂല. പോ. അയ്യോ പറ്റൂല. എനിക്ക് കാലും കൈ ഒടിഞ്ഞ് കിടക്കാൻ വയ്യ. എനിക്ക് പറ്റൂല. അപ്പൊ കിച്ചുവിന് പറ്റില്ല സുഹൃത്തുക്കളെ. അപ്പൊ ഞാനാണെങ്കില് നിരുപാധികം വിഷമത്തോടെ ചുമ നിരുപാധികം വിഷമത്തോടെ ഞാൻ ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. ഞാൻ എന്തായാലും മസ്റ്റായിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നതായിരിക്കും. എനിക്ക് ഇത്രത്തോളം കൊണ്ട് എത്തിക്കാൻ പറ്റി, ഞാൻ ഇത്രത്തോളം കൊണ്ട് ഞാൻ വെച്ചിരിക്കും. അപ്പോഴേ നിങ്ങളെൻ്റെ വീഡിയോയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുമല്ല അല്ലേ, ലൈക്ക് ചെയ്യുമല്ല, ഷെയറൊക്കെ ചെയ്യുമല്ല അല്ലേ. അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ പോട്ടാ. ടാറ്റാ. വീഡിയോ കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ അവസ്ഥയാണ് ഗൈസ്. എൻ്റെ കഴുത്ത് പോയി ഗൈസ്. എൻ്റെ കഴുത്ത് പോയി. അയ്യോ 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 അമ്മേ. അല്ലെങ്കിൽ എൻ്റെ കഴുത്ത് ഞാനൊക്കെ പോയി കിടക്കുകയാണ്. പക്ഷേ പോയി. ഇത് എൻ്റെ വണ്ടിയുടെ അടിയിൽ കിടന്നതുകൊണ്ട് ഇതിനെ എടുത്ത് പുരട്ടി അല്പം ഒരു ആശ്വാസം കിട്ടുമെന്ന് തോന്നുന്നു. ഇനി നാളെ എൻ്റെ ഒന്നാമതേ എനിക്ക് അല്പം നടന്നു കഴിഞ്ഞാൽ എൻ്റെ കാല് പിന്നെ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള വേദനയായിരിക്കും. അപ്പോൾ ഇനി നാളെ എൻ്റെ കാലെങ്ങനെയായി തീരുമെന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, നടക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും ഇന്ന് എൻ്റെ കഴുത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത്രയൊക്കെ ചെയ്തില്ലേ, പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ച ഒരു ചലഞ്ചല്ലേ. അപ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. എൻ്റെ കഴുത്തും പെയ്യിട്ടുണ്ട്. അപ്പോൾ ലൈക്ക്